നിങ്ങൾ മൊബൈലിൽ SD കാർഡ് ഉപയോഗിക്കുന്നവരാണോ? അതായത് മെമ്മറി കാർഡ്. SD കാർഡ് ഉപയോഗിക്കുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് SD കാർഡ് മൊബൈലിൽ ലോക്ക് ചെയ്തിടാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഒരു സംവിധാനം മൊബൈലിൽ ഇല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന SD കാർഡ് മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അതിലുള്ള ഫയലുകളൊന്നും കാണാൻ കഴിയാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പല ഫയലുകളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫയലുകളും SD കാർഡിലേക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇത് ലഭിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഫയലുകൾ അവരുടെ ഡിവൈസിൽ ഇട്ടിട്ട് അവർക്ക് കോപ്പി ചെയ്യാനും അത് ഉപയോഗിക്കാനും കാണാനും സാധിക്കും. എന്നാൽ ഈ ഒരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലല്ലാതെ മറ്റൊരു മൊബൈലിൽ SD കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയലുകളും അതിൽ ഷോ ആകുകയില്ല. അങ്ങനെ ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. SD കാർഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പോകുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈലിൽ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ മാത്രമായിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് SD കാർഡ് എന്ന ഓപ്ഷൻ. SD കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ മൊബൈലിലും ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻക്രിപ്റ്റ് SD കാർഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇനി നിങ്ങൾക്കത് കാണുന്നില്ല എങ്കിൽ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ SD എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ എൻക്രിപ്റ്റ് SD കാർഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ കൊടുത്ത ആ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഇവിടെ കാണിക്കും. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഫയലുകളൊക്കെ, അതായത് SD കാർഡിൽ എത്രത്തോളം നിങ്ങൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ റീഡിങ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്ന SD കാർഡിൽ കുറച്ച് ഫയലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ആകുന്നുണ്ട്. 100% ആകുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏകദേശം 437 MB സ്റ്റോറേജ് മാത്രമേ ഞാനിവിടെ SD കാർഡിൽ സേവ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 100% ആയിട്ടുണ്ട്. ഡൺ ഇവിടെ കാണിക്കുന്നുണ്ട്. യുവർ SD കാർഡ് ഹാസ് ബീൻ എൻക്രിപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. ഇനി ഈ ഒരു SD കാർഡ് നമ്മുടെ ഈ ഒരു മൊബൈലിലല്ലാതെ മറ്റൊരു മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഉപയോഗിക്കാം, പക്ഷേ അതിൽ നമ്മൾ ഈ ഒരു ഫയൽ ഒന്നും തന്നെ ഷോ ആകുകയില്ല. ഇനി വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു മൊബൈലിൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ അത് ഡിക്രിപ്റ്റ് ചെയ്തേ പറ്റൂ. അതിനായിട്ട് നേരത്തെ കാണിച്ച അതേ സെറ്റിങ്സ് തന്നെ പോകണം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് SD കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിക്രിപ്റ്റ് SD കാർഡ് എന്ന ഓപ്ഷൻ ആയിരിക്കും വരിക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൊബൈലിൽ കൊടുത്തിട്ടുള്ള പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 100% ആകുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. SD കാർഡിൽ ഒരുപാട് ഫയലുകൾ സേവ് ചെയ്ത് വെച്ചവർക്ക് കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കൂടുതലൊന്നും സേവ് ചെയ്തിട്ടില്ല. ഏകദേശം 437 MB സ്റ്റോറേജ് മാത്രമേ ഇതിൽ സേവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ആകുന്നുണ്ട്. 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡൺ എന്ന് കാണിക്കും. ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് യുവർ SD കാർഡ് ഹാസ് ബീൻ ഡിക്രിപ്റ്റഡ് എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന SD കാർഡ് മറ്റാരും ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കത് ഡിക്രിപ്റ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.